തല്ലും കത്തും. അവിടെ വച്ചേക്കൂ. രാത്രി പൂട്ടിയിട്ടിരുന്ന സെല്ല് തുറന്ന് നിങ്ങൾ ഇതിനകത്ത് കയറിയത് പ്രതിയോടൊപ്പം കള്ളുടിക്കാനായിരുന്നില്ലേ? ഞാൻ കുടിച്ചില്ല സാർ. നിങ്ങളെ കൊണ്ട് അവൻ കുടിപ്പിച്ചു. ആസ്പത്രി റിപ്പോർട്ടിൽ ബോധം കെട്ട നിലയിൽ നിങ്ങൾ അവിടെ എത്തുമ്പോ നിങ്ങളുടെ വയറ്റിൽ മയക്കുമരുന്ന് കടന്ന വിസ്കി ഉണ്ടായിരുന്നു. ഒരു പ്രതിയെ കഷ്ടപ്പെട്ട് പിടിച്ചേൽപ്പിച്ചാൽ നിങ്ങൾ അവന് കള്ളും കഞ്ചാവും കൊടുത്ത് സൽക്കരിക്കും. കുറ്റവാളിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നാണംകെട്ട പീറ പട്ടികളും. മിസ്റ്റർ ബൽറാം, സ്റ്റോപ്പ് യുവർ അബ്സർഡ് അബ്യൂസിംഗ്. ഞങ്ങളെ തെറി പറയാൻ നിങ്ങൾക്ക് തയ്യാറും സർ? അയ്യോ, ഞാൻ സാറിനെയല്ല, ഈ കമ്പേരികളോടാ പറഞ്ഞത്. വാഴപ്പിണ്ടി പോലെ ഇവന്മാര് വളഞ്ഞു കൊടുത്തുകൊണ്ടല്ലേ അവൻ ചാടിപ്പോയത്. നമുക്ക് ഇവന്മാരെ മാറ്റി കുറച്ചുകൂടെ കൂറുള്ള ജാതികളെ വെക്കണം. പതിവായിട്ട് ഇവിടെ സത്യരാജനെ കാണാൻ വരാറുള്ള വിസിറ്റേഴ്സ് ആരൊക്കെയാണ്? അയാളുടെ വക്കീൽ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ വരാറുണ്ട്. സാർ, ഇത് സെല്ലിന്റെ ബാക്കിൽ എടുത്തുന്ന. ജയിലിനകത്ത് വെച്ച് തനിക്ക് എങ്ങനെ ഈ കത്ത് കിട്ടി? കുട്ടൂസ് തന്നെയാണോ സാർ? കുട്ടൂസോ? അവനല്ലേ നീ കുത്തിയത്? അതെ, ഇന്നലെ രാത്രി കമ്പീന്റെ മേലെ 3 പ്രാവശ്യം മുട്ടുന്ന കേട്ട കുത്തിക്കോളാൻ പറഞ്ഞു. അവൻ സമ്മതിച്ചിട്ടാ കുത്തി. വെറുതെ അങ്ങനെ ഒരാളെ കുത്തുക? വെറുതെ അല്ല, രണ്ടാം കൂടി 500 രൂപ തരാൻ. ആര് പറഞ്ഞു? ഈ നിൽക്കുന്ന സൂപ്പർ സാർ. മുടിഞ്ഞു പോകാനായിട്ട് ഇന്ന് മുഴുവനും ഫുള്ളാ. ഇന്നലെ 1,100,000 കിட்ட പറയുന്നില്ല സാർ. വാർഡനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ സത്യരാജനെ ജയിൽ ചാടാൻ ജയിൽ സൂപ്രണ്ട് കൂടെ സഹായിച്ചിട്ടുണ്ട്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? എല്ലാം ഇതിൽ വിവരിച്ച് എഴുതിയിട്ടുണ്ട് സർ. സൂപ്രണ്ടിനെ ചോദ്യം ചെയ്യാൻ ജയിൽ ഐ ജിയുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷനാണ്. സാർ ഇതൊന്ന് ഫോർവേഡ് ചെയ്യണം. ജയിൽ സെക്യൂരിറ്റിക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ ബി ബ്ലോക്കിലെ പ്രിസണേഴ്സിനെ കൊണ്ട് സൂപ്രണ്ട് കത്തിക്കുത്തുണ്ടാക്കിച്ചതാണ് സർ. അത് മാത്രമല്ല, അവിടെ സെല്ലിൽ സ്ഥിരമായി വിസിറ്റ് ചെയ്യുന്ന ക്രിമിനൽ ലോയർ ജയചന്ദ്രനെ എനിക്ക് സംശയമുണ്ട്. സംശയമല്ല അവിടെ ഇരിക്കട്ടെ. എനിക്ക് മറ്റൊരു പ്രധാന കാര്യം തന്നോട് പറയാനുണ്ട്. ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ 10 സീസൺ ടിക്കറ്റുകൾ ഇവിടെ അയച്ചു തന്നിരിക്കുന്നു. ഒരു ടിക്കറ്റിന് 5000 രൂപയാണ് വില. 5 എണ്ണം ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു. ഇത് വിറ്റ് തരണം. ക്ഷമിക്കണം സർ, എനിക്കതിൽ അല്പം പ്രയാസമുണ്ട്. എന്ത് പ്രയാസപ്പെട്ടാലും ചെയ്തേ പറ്റൂ. സാർ, ഈ യൂണിഫോം ഇട്ട് ചെന്നാൽ 5000 രൂപ ചിലർ തന്നെന്ന് വരും. കളി കാണാനല്ല, പോലീസുകാർ നൽകുന്ന സഹായം. ഈ ദാനം ഞാൻ സ്വീകരിച്ചാൽ പകരം ഞാൻ നാളെ അവന്മാരുടെ അയച്ചിട്ട് കോണം കഴുകി കൊടുക്കേണ്ടി വരും. ബൽറാം, യു ക്യാൻ ഗോ. സാർ, അപ്പൊ ഞാൻ തന്ന ആപ്ലിക്കേഷന്റെ കാര്യം? Stupid! Your application will go to hell through proper channel. Get away from here! നിന്റെ പോലീസിന് മണങ്ങാൻ ചീട്ട് കളിക്കുന്നു. നിന്റെ ചീട്ട് കളി നിന്നെ. വാസു, എന്താ ഇത്? മാർക്കറ്റ് തമ്മിലെ ചീട്ട് കളിക്കാരാ. രാവും പകലും പന്നി മലർത്ത് എന്നാ ഒരു 10 പൈസ സ്റ്റേഷനിൽ കയറി. ഓ, അതിന്റെ വാശി തീർക്കാനാണോ? വിട്ടുകളുടെ ഒറ്റളെ. സാർ, ഒരു സംശയം. അപ്പൊ ഈ ചൂതാട്ടം, ഗാംബ്ലിംഗ് വെറുതെ വിടാനോ? ശിക്ഷിക്കണോടോ ഗാംബ്ലിങ്ങിനെ?
എങ്കിൽ ചെല്ല്. സീസൈഡ് ക്ലബില്, ഓഫീസേഴ്സ് ഡെന്നില്, ഹോട്ടൽ മുറികളില് പോലീസ് കമ്മീഷണർ അടക്കം ആയിരങ്ങൾ വാത് വെച്ച് കളിക്കുന്നുണ്ടാവും. അവരെ ആദ്യം പിടിച്ചോണ്ട് വാ. മാർക്കറ്റിൽ മീൻകൊട്ട ഒന്നും ഇറച്ചി കൂട്ടി മടുക്കുമ്പോ ഒരു രസത്തിന് വേണ്ടി 10 പൈസ വെച്ച് ചീട്ട് കളിക്കുന്ന ഈ പാവങ്ങളെ ശിക്ഷിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മതി. സാർ, മോണ പഴുത്തൊലിക്കുന്നവന്റെ നാവ് പഠിച്ച വായനാറ്റം മാറൂലടോ. വിട്ടുകളാവറ്റളെ. എനിക്ക് ഈ പുളിച്ച സാമ്പാർ കഴിച്ച് ശീലമില്ല. ഇറച്ചി മീനൊന്നും ഇല്ലാതെ. അയ്യോ, ഇതൊരു നമ്പൂരിയില്ലാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ജയിലിനേക്കാൾ വലിയ തടവറയാണ്. ദേഷ്യം തോന്നരുത്. നിർബന്ധം അച്ഛാ, ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ആ വക്കീലിനെ ഒന്ന് കാണണം ഉടനെ. ഒരു ഫോണിന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ടെലിഫോൺ ഇവിടെ ഏർപ്പാടാക്കി തരാൻ. ആ, പിന്നെ വിസ്കിയോ ബ്രാൻഡിയോ എന്തെങ്കിലും. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് ഭ്രാന്ത് പിടിക്കും. ഒന്ന് പതുക്കെ, അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആരാ അത്? ആരാ ഇരുട്ടത്തേക്ക് മാറിയത്? പറയ്. അച്ഛാ, ഞാൻ കേട്ടു ഒരു ആണിന്റെ ശബ്ദം. അത് എന്നോട് ക്ഷമിക്കൂ അച്ഛാ. മോളെ, പ്രായം കവിഞ്ഞിട്ടും പെൺകുട തരാവാതെ നിൽക്കുന്ന നിനക്ക് ഒരു പുരുഷനുമായി ബന്ധപ്പെടാൻ മോഹം ഉണ്ടാവും. മനസ്സ് നിയന്ത്രിച്ചാലും ശരീരം കൊതിക്കും. ഇല്ല അച്ഛാ, എന്നെ തെറ്റിദ്ധരിക്കരുത്. പിന്നെന്താ ഞാൻ കണ്ടത്? ദിവസവും നേദിക്കുന്ന ഈ ശീലത്തിന്റെ മുമ്പിൽ വെച്ച് മരിച്ചുപോയ ആത്മാക്കൾ പൊറുക്കില്ല. ഞാനും ഹരിത്, എന്നെ ശപിക്കരുത്. ഞാനെല്ലാം പറയാം അച്ഛാ. ഒരിക്കലും സമ്മതിക്കില്ലെന്ന് കരുതിയ ഞാൻ അച്ഛനറിയാതെ നമ്മുടെ ഉണ്ണിയെ കൊന്നവരോട് പകരം വിട്ട് വേറെ വഴിയില്ല. ഈ വഴി അപകടമല്ലയോ മോളെ? എനിക്കെന്തോ ഭയം തോന്നുന്നു. തിരുമേനി, നിങ്ങളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ഞാനാണ്. ജയിൽ ജാടിയെ ഞാനിവിടെ കഴിയുന്നത് നിങ്ങളുടെ മകനെ ഓർത്താണ്. ആ കുട്ടിയെ ഉലക്ക കൊണ്ട് ഇടിച്ചുരുട്ടി ചതച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് കണ്ടവനാണ് ഞാൻ. അവരെ തൂക്കിലേറ്റാൻ എന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ പോവാം. അരുത്, അരുത്. എന്റെ മകൾ ചെയ്തത് ശരിയാണ്. നിങ്ങൾ ഇവിടെ താമസിക്കൂ, ഞങ്ങളെ സഹായിക്കൂ. സത്യരാജന്റെ ജയിൽ ചാട്ടത്തെ കുറിച്ച് എനിക്ക് ചില ധാരണകളൊക്കെ ഉണ്ട് സർ. അവനെ സഹായിച്ചവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഐ ആൾസോ അഗ്രി വിത്ത് യു. അതിനിടയ്ക്ക് കാരണമില്ലാതെ എന്നെ ട്രാഫിക്കിലേക്ക് മാറ്റിയിരിക്കണം സർ. ആരും ഒരു കാരണമില്ലെന്നും. മിസ്റ്റർ ബൽറാം, ട്രാഫിക്കിൽ നിങ്ങളുടെ സേവനം ആവശ്യമുണ്ട്. സിറ്റിയിലെ തിരക്കും വാഹനങ്ങളുടെ മത്സരോട്ടവും അറിയാമല്ലോ. അത് നിയന്ത്രിക്കാൻ നിങ്ങളെപ്പോലെ ഒരു ഓഫീസറെ ചുമതലപ്പെടുത്തിയതിൽ എന്താ തെറ്റ്? സാർ, ഞാൻ ഇനി ഒരു പരാതിയും എനിക്ക് കേൾക്കണ്ട. വയ്ക്കുള്ളൂ. ബാലു, പ്ലീസ് ഗോ. നമ്മൂര് പോണില്ലേ? പോയിക്കോളൂ. നമ്പൂരി, നമ്പൂരി, എഴുന്നേറ്റേ, എഴുന്നേറ്റ. എന്തിനവിടെ നടക്കുന്നത്? വെപ്പും തേനൊക്കെ അവിടെയല്ലേ? കടപ്പ് അവിടെ തന്നെ മതി. ആ അസുരന്റെ കൂടെ ആവായിരുന്നു. ഇന്നലെ രാത്രി വേറെ ആളും ഒന്നും അവിടെ കൂടെ കിടക്കാൻ. ആ, ഞാൻ വരുന്നു. ഇയാള് തന്നെ. ഇറങ്ങി പോകുകേ. ദേശീയ സഹാരമൊക്കെ എന്റെ അടുത്തല്ലേ ഉള്ളൂ. ഇവിടെ വയ്യല്ലോ. ഇഷ്ടകാരിയല്ലേ? ആ,
അമ്പലത്തിൽ നിന്ന് വരികയായിരിക്കും അല്ലേ? ഞാൻ ഞാൻ അതെ. ആ പ്രസാദവുമായിട്ട് ഇങ്ങോട്ട് വരരുത്. ഈ ഉമ്മത്ത് കയറരുത്. രാധേ, ഞാനും നീയും അങ്ങനെ കഴിഞ്ഞിരുന്നവരാണ്. എന്റെ ഉണ്ണി നിന്റെ കൂടി അനിയനാണെന്നാ ഞാൻ കരുതിയിരുന്നത്. അവനെ കൊലിക്ക് കൊടുത്ത ദുഷ്ടന്റെ കൂടെ കഴിഞ്ഞിട്ട് ഇല്ല രാധേ, അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല. നിനക്ക് അങ്ങനെ പറയാൻ ഒക്കും. പലതും ഞാൻ കേട്ടിരുന്നു നിന്നെ പറ്റി. എന്നാൽ ഇത്തരം ഒരു മനുഷ്യന്റെ കൂടെ നീ ഇല്ല. ഇനി നാം തമ്മിൽ കാണണ്ട. പോയിക്കോളൂ രാധേ. പോകാൻ പോകാം. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. കേൾപ്പിച്ചിട്ടേ ഞാൻ പോകും. പലപ്പോഴും ഞാൻ നിന്നോട് പറയാൻ ഒരുങ്ങിയതാ, കഴിഞ്ഞില്ല. ഒരിക്കൽ ഒരാളോടെങ്കിലും തുറന്നു പറയാതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. എനിക്ക് സ്വസ്ഥത കിട്ടില്ല രാധേ. നിനക്ക് ഓർമ്മയില്ലേ, തിരുമേനിക്ക് പാലക്കാട്ടേക്ക് മാറ്റമായപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി. പിന്നെ ഞാനോട് ഒറ്റയ്ക്കായി. എന്റെ പാർട്ട് ടൈം ജോലിയൊന്ന് സ്ഥിരമാക്കി കിട്ടാൻ ഞാൻ പലരെയും സമീപിച്ചിരുന്നു. കൂട്ടത്തിൽ ചന്ദ്രദാസൻ വലിയ നേതാവാ. ചന്ദ്രാജിന്ന് വിളിച്ചു. അങ്ങേര് ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുട്ടിയാണ്. ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം സഹായം ചെയ്തിരിക്കണം. ചന്ദ്രരാജ് പറഞ്ഞാൽ പിന്നെ ചെയ്തു കൊടുക്കാതെ പറ്റുമോ? അപ്പോ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒക്കെ കാണുമല്ലോ. ഐ മീൻ ഇന്റർവ്യൂ. 11:30 എനിക്ക് മിനിസ്റ്ററുമായി അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ റെസ്റ്റ് ഹൗസിൽ കാണാം. സീത പരിഭ്രമിക്കണ്ട. സുകുമാരൻ നായർ സ്വന്തം ആളായിട്ട് കണ്ടാ മതി. ഞാൻ ഇറങ്ങുന്നു. സർട്ടിഫിക്കറ്റ് എല്ലാം ഫയലിലുണ്ട്. അതൊന്നും എനിക്ക് കാണണ്ട. ഇതൊരു ലേസൺ ഓഫീസാണ്. കമ്പനിക്ക് താല്പര്യമുള്ള പല ഗസ്റ്റുകളും ഇവിടെ വരും. അവരെ കാര്യമായി സ്വീകരിക്കുക. വേണ്ടപ്പോ അവരെ ഒന്ന് എന്റർടൈൻ ചെയ്യുക. അതിനുള്ള യോഗ്യത കുട്ടിക്കുണ്ടെന്ന് ഈ ശരീരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താ നിങ്ങൾ പറയുന്നത്? ചന്ദ്രരാജ് നാട്ടിൽ നിന്ന് ഫോണിൽ വിളിച്ചപ്പോ ഞാൻ എല്ലാം വിശദമായി പറഞ്ഞിരുന്നു. പിന്നെന്താ ഒരു മനസ്സിലാകായിക? കണ്ടറിഞ്ഞു നിന്നാൽ അതിൻ്റെതായ മെച്ചമുണ്ടാവും. പരിഭ്രമിക്കണ്ട. ഇവിടെ വേറെ ആരുമില്ല. അത്രയ്ക്കായോ? അവനെ വെറുതെ വിടില്ല. ആ തെമ്മാടി പോലീസിൽ ഏൽപ്പിക്കണം സാർ. സീത നിൽക്ക്. ഞാൻ പോലീസ് ഐ വിളിക്കട്ടെ. എന്തിനാ നമ്മൾ ഇവിടേക്ക്? ഐ കണ്ടേ. പിന്നീട് എത്ര പേർ അവിടെ വന്നെന്നോ എത്ര ദിവസം അവിടെ കഴിഞ്ഞെന്നോ എനിക്ക് ഓർമ്മയില്ല. അതിനിടയ്ക്കാണ് അവിടെ പോലീസ് റെയ്ഡ് ഉണ്ടായത്. എന്നെ അവരെ കൂട്ടത്തിൽ കൊണ്ടുപോകരുത് സാർ. ഞാൻ ഒരു കുറ്റം ചെയ്തവളല്ല. ഓ പിന്നെ നീ മാത്രം ഒരു ശീലാവതി ആടിച്ചാൻ. സാർ, എന്നെ അവർ ചതിച്ചതാണ്. ഒരു ജോലി തേടി പുറപ്പെട്ട ഞാൻ ഇവിടെയാണ് എത്തിയതെന്ന് അറിഞ്ഞാൽ എന്റെ വീട്ടുകാർ സഹിക്കില്ല. ഞാനും നശിച്ചു. ഇനി അവരെ കൂടി കൂട്ട ആത്മഹത്യക്ക്. എന്നെ രക്ഷിക്കണം സാർ, എന്നെ രക്ഷിക്കണം. പുറമേ ക്രൂരനാണെങ്കിലും അയാളുടെ ഉള്ളിന്റെ അലിവ് ഞാൻ അന്ന് മനസ്സിലാക്കി. എന്നോട് ആ മനുഷ്യൻ ദയ തോന്നി. നിന്റെ വീട് എവിടാ? കോഴിക്കോട് അടുത്ത് മുക്കം. വണ്ടിക്കൂലി കഴിച്ച് ബാക്കി ചില്ലറ ചെലവിന് കാണും. ഇനി നിന്നെ ഈ സിറ്റി കണ്ടുവരുത്. പോ. മടങ്ങിപ്പോകാൻ പറയാൻ എളുപ്പമാണ്. പക്ഷെ എങ്ങനെ? ആത്മഹത്യ വരെ ഞാൻ ആലോചിച്ചു. അതൊന്നിനും പരിഹാരമാവില്ലല്ലോ. എല്ലാം നഷ്ടപ്പെട്ടവളായിരുന്നു ഞാൻ.
എങ്കിലും എന്റെ ശരീരത്തിന് വില കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എന്റെ കുടുംബം പുലർന്നു. സീതേ, ഇന്ന് ഞാൻ ആ തൊഴിൽ നിർത്തി. അതിന് കാരണം ഈ മനുഷ്യനാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങിയ അങ്ങേരുടെ വേദന ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, എനിക്ക് ഉറപ്പാണ് അയാൾക്കൊരു ജീവിയെയും കൊല്ലാൻ കഴിയില്ല.